ഇന്നിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ളത് കോൺഗ്രസും SDP-യും തമ്മിലുള്ള ധാരണയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമാണ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി SDP-യുടെ നേതാവ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് തങ്ങളുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ ഒരു പിന്തുണ പ്രഖ്യാപനം കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും മതേതര മനസ്സുള്ള പലരും നെറ്റിച്ചുളിച്ചു. ഈ രീതിയിലൊരു പിന്തുണ എന്തിനായിരുന്നു കോൺഗ്രസ്സിന് എന്ന്. പിന്നീട് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ SDP-യും തമ്മിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചയുടെയൊക്കെ തുടർച്ചയായിട്ടാണ് ഈ രീതിയിലൊരു പിന്തുണ പ്രഖ്യാപനം. പക്ഷേ SDP-ഐ ശുദ്ധ മനസ്കരായതുകൊണ്ട്, അവർക്ക് കള്ളമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ ഒരു ചർച്ചയൊക്കെ നടത്തി പിന്തുണ കൊടുക്കുന്ന കാര്യം വലിയ വാർത്താസമ്മേളനം വിളിച്ചങ്ങ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് വിചാരിച്ചു ഇതെല്ലാം നമുക്ക് രഹസ്യമാക്കിക്കൊണ്ട് നടക്കാം, രഹസ്യമായിട്ട് അവരുടെ വോട്ടൊക്കെ മേടിക്കാം എന്നായിരുന്നു കോൺഗ്രസ് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ സംഭവം പൊളിഞ്ഞുപോയി. ഇത് എല്ലാ ആൾക്കാരും അറിഞ്ഞു. അതോടുകൂടി ഇത് BJP വലിയ പ്രചരണായുധമാക്കി. ഒപ്പം തന്നെ CPM-ഉം വലിയ തോതിൽ ഇത് വിഷയമാക്കി. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ ആൾക്കാരുമായി സഖ്യമുണ്ടാക്കുന്ന കോൺഗ്രസിനെ കുറിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രതിഷേധമുയർന്നു. എല്ലാം കൂടിയായപ്പോൾ സംഭവം കൈവിട്ടുപോയി. എന്തായാലും പക്ഷേ KPCC അധ്യക്ഷൻ K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞു SDP നല്ല പാർട്ടിയാണ്, നിയമപ്രകാരം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ വാങ്ങിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ഇന്നലെ K. സുധാകരൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളെ സംബന്ധിച്ചൊന്ന് നോക്കാം. SDP-ഐ കോൺഗ്രസ് ബന്ധം വളരെ ചർച്ച ചെയ്ത് അവരെടുത്ത തീരുമാനമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്ന് കോൺഗ്രസ് മലക്കമറിഞ്ഞിരിക്കുകയാണ്. VD സതീശനും MMSനും വാർത്താ സമ്മേളനം നടത്തിയിട്ട് അവരുടെ പിന്തുണ വേണ്ട, അവർ വർഗീയ കക്ഷിയാണ് എന്ന് പറയേണ്ടി വന്നു. അതേസമയം തന്നെ വ്യക്തിപരമായുള്ള വോട്ടുകൾ തങ്ങൾക്ക് തരുന്നതിൽ കുഴപ്പമില്ല എന്നൊരു ചെറിയ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു വെച്ചു. ഇന്നലെ SDP-ഐ പിന്തുണ വേണം എന്ന് പറഞ്ഞത് K. സുധാകരനാണ്. അദ്ദേഹം KPCCയുടെ അധ്യക്ഷനാണ്. ഇപ്പോൾ താൽക്കാലിക ചുമതല MMSന് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ചുമതല ഇപ്പോഴും K. സുധാകരനാണ്. ഇന്ന് SDP-ഐ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞത് VD സതീശനും MM ഹസ്സനുമാണ്. കോൺഗ്രസും SDP-യും തമ്മിൽ ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പിന്തുണ പരസ്യമാക്കി SDP-ഐ രംഗത്ത് വന്നത്. പിന്തുണ പരസ്യമായതോടെ പ്രതിഷേധം ശക്തമായി. ഒടുവിൽ പിന്തുണ തള്ളിക്കളയേണ്ടി വന്നു കോൺഗ്രസിന്. ധാരണ പരസ്യമായതിൽ ഹൈക്കമാൻഡിനും വലിയ അതൃപ്തിയുണ്ട്. കാരണം ദേശീയ തലത്തിൽ BJP-യുടെ ആരോപണങ്ങൾ മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് ഹൈക്കമാൻഡും അതുപോലെ തന്നെ ദേശീയ നേതൃത്വവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ധാരണ പരസ്യമായതിൽ ഹൈക്കമാൻഡ് വലിയ അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. കോൺഗ്രസ് SDP-ഐ ബന്ധം ആയുധമാക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ അവർ ചോദിച്ചു, ഭീകര സംഘടനകളുമായി കോൺഗ്രസ് എന്തിനാണ് കൈകോർക്കുന്നതെന്ന ചോദ്യം ഇന്നലെ തന്നെ BJP ഉയർത്തിയിട്ടുമുണ്ട്.